അയ്യപ്പൻ തീയാട്ടെന്ന് കേട്ടിട്ടുണ്ടോ? എൻ്റെ ഒരു പരിമിതപ്പെട്ട അറിവ് വെച്ചിട്ട് ഈ അയ്യപ്പൻ്റെ അദ്ദേഹത്തിൻ്റെ ചരിതം പറയുന്ന ഒരു കലാരൂപമാണ്, ഒരു അനുഷ്ഠാന കലാരൂപമാണ് അയ്യപ്പൻ തീയാട്ടെന്ന. അപ്പോൾ നമ്മുടെ വാർത്ത എന്ന് പറയുന്നതല്ല, അയ്യപ്പൻ തീയാട്ടെന്ന കലാരൂപം അവതരിപ്പിക്കുന്ന ആദ്യത്തെ വനിതയെ നമുക്ക് പരിചയപ്പെടാം. RLV ആര്യാദേവി. പല തലമുറകളായി പുരുഷന്മാർ മാത്രം അനുഷ്ഠിച്ചിരുന്ന ഒരു കലാരൂപമാണ് ആര്യാദേവി അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രശസ്ത അയ്യപ്പൻ തീയാട്ട് കലാകാരൻ മുളങ്കുന്നത്തുകാവ് തീയാടി രാമൻ നമ്പ്യാരുടെ ആഗ്രഹം കൂടിയാണ് മകൾ ആര്യയിലൂടെ സാധ്യമാകുന്നത്. പുതിയൊരു ചരിത്രത്തിന് കളം എഴുതി തുടങ്ങുകയാണിവിടെ. പഴയ മാമൂൽ വിലക്കുകളൊന്നുമില്ല. ഇന്നലെ വരെ പുരുഷന്മാരുടേത് മാത്രമായിരുന്ന അയ്യപ്പൻ തീയാട്ട് ഇന്നു മുതൽ സ്ത്രീകളുടേത് കൂടിയാണ്. മുദ്രാഭിനയമായ ശങ്കരമോഹനത്തിന്റെ ദക്ഷിണയോടെ ആര്യ ചുവടുവെച്ചപ്പോൾ ഒരു പുതിയ ചരിത്രമാണ് എഴുതപ്പെട്ടത്. പല തലമുറകളായി പുരുഷന്മാർ മാത്രം അനുഷ്ഠിച്ചിരുന്ന കലാരൂപമാണ് ആദ്യമായി ഒരു സ്ത്രീ അവതരിപ്പിക്കുന്നത്. പ്രശസ്ത അയ്യപ്പൻ തീയാട്ട് കലാകാരൻ മുളങ്കുന്നത്തുകാവ് തീയാട് രാമൻ നമ്പ്യാരുടെ മകളാണ് ആര്യാദേവി. ചെറുപ്പം മുതലേ ആര്യാദേവി സഹോദരങ്ങൾക്കൊപ്പം അയ്യപ്പൻ തീയാട്ട് പഠിച്ചിരുന്നു. പക്ഷേ അരങ്ങിലെത്താൻ തടസ്സങ്ങൾ ഒരുപാടായിരുന്നു. അച്ഛന്റെ സപ്തതി ആഘോഷത്തിന് ഒരു സമ്മാനം കൊടുക്കണമെന്ന് ആര്യയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു. കാലാകാലങ്ങളായുള്ള ബന്ധനങ്ങളെ അടിച്ചെറിഞ്ഞ് ഈ കലാരൂപം തന്നെ അച്ഛന് പിറന്നാൾ സമ്മാനമായി നൽകാമെന്ന് ആര്യാദേവി ഉറപ്പിച്ചു. അങ്ങനെ ശാസ്താവിന്റെ കളത്തിനു മുന്നിൽ നിറഞ്ഞാടി. കുട്ടിക്കാലം മുതൽ അനിയന്മാരുടെയും എൻ്റെ ഏട്ടന്മാരുടെയൊക്കെ ഒപ്പം പഠിച്ചു എന്നല്ലാതെ എനിക്കിത് പ്രവർത്തിക്കാനോ അങ്ങനെയുള്ളൊരു സാഹചര്യമൊന്നും ഈ ഒരു ദിവസം വരെ എന്ന് പറയാം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇന്നത്തെ ഒരു ദിവസം ഞാനായിട്ട് അയ്യപ്പൻ തീയാട്ടിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് എനിക്കത് ചെയ്യാൻ പറ്റുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നെറ്റിയിൽ കുറി, കണ്ണിൽ കരിമഷി, ചുവപ്പ് മേലുടുപ്പ്, അരയിൽ ഉത്തരീയം, വള, കടകം, ചെവിപ്പൂവ്, കുരലാരം, മാല, അരഞ്ഞാണം, ഇത്രയുമാണ് ഒരുക്കങ്ങൾ. അഭിനയത്തിൽ മുഴുകി മകൾ തകർത്താടുമ്പോൾ അച്ഛന്റെ കണ്ണ് നിറഞ്ഞിരുന്നു. കാണികളെയാകെ കയ്യിലെടുത്ത് ആര്യാദേവി അരങ്ങിൽ നിന്ന് മടങ്ങുമ്പോൾ അതൊരു തുടക്കം കൂടിയാകുകയായിരുന്നു. ഷീന മാർട്ടിൻ, ന്യൂസ് മലയാളം, കൊച്ചി.